This is a fight between the UDF and the BJP and LDF combined. ഇത് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് ഒരു വശത്തെ UDF-ഉം മറ്റൊരു വശത്തെ LDF-ഉം BJP-യും ഒരുമിച്ച് ചേർന്ന് അതിനെതിരെ പോരാടുന്ന ഒരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. You agree with that? നിങ്ങൾ ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? So what is the proof of that? Let me tell you. അതിന്റെ തെളിവെന്താണ്? ഞാൻ ഈ പറഞ്ഞതിന്റെ തെളിവെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. First of all, you know that anybody who fights RSS, Narendra Modi, gets cases on them, is attacked, is arrested, is interrogated. നിങ്ങൾക്കറിയാം, RSS-നും BJP-ക്കുമെതിരെ ആര് സംസാരിക്കുന്നവരോ അവർ ആക്രമിക്കപ്പെടുന്നു, അവർക്കെതിരെ കേസുകളുണ്ട്, അവരെ ചോദ്യം ചെയ്യുന്നു. ഇത് നിങ്ങൾക്കറിയാമല്ലോ. I attacked the BJP. I'm out on bail. They took away my house. They took away my Lok Sabha membership. They interrogated me for 55 hours. ഞാൻ BJP RSS-നെയും എപ്പോഴും ആക്രമിക്കുന്ന ആളാണ്. അവരെന്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റി, എന്റെ ലോക്സഭ അംഗത്വം അവർ അയോഗ്യമാക്കി. അവരെനിക്കെതിരെ എന്നെ 55 മണിക്കൂർ നിർത്താതെ അവരെ ചോദ്യം ചെയ്തു. Every time I open my mouth, their media attacks me 24 hours. ഞാൻ എപ്പം അവർക്കെതിരെ എന്റെ വാതുറക്കുന്നു, ആ സമയം അവരുടെ മാധ്യമങ്ങൾ എന്നെ 24 മണിക്കൂറും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. How many hours has Chief Minister Kerala been interrogated? എത്ര മണിക്കൂർ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്? Is he out on bail? അദ്ദേഹം ജാമ്യത്തിൽ പുറത്താണോ ഇപ്പോ? Have his children, his family been interrogated? അദ്ദേഹത്തിന്റെ കുട്ടികളെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? Does Narendra Modi attack him every chance he gets? ഏതെങ്കിലും ഒരു അവസരത്തിൽ നരേന്ദ്രമോദി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആക്രമിച്ച് സംസാരിച്ചിട്ടുണ്ടോ? Now, wherever Narendra Modi goes, he says he is the protector of Hinduism. നരേന്ദ്രമോദി എവിടെ പോയാലും അദ്ദേഹം പറയും, ഞാൻ ഹിന്ദു മതത്തിന്റെ, ഹിന്ദുയിസത്തിന്റെ സംരക്ഷകനാണെന്ന് പറയും. He mentions names of temples, names of God every 2 minutes. ഓരോ 2 മിനിറ്റ് അദ്ദേഹം സംസാരിക്കുമ്പോഴും അമ്പലങ്ങളുടെ പേരുകൾ, ദൈവങ്ങളുടെ പേരുകൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും. So, when the LDF leadership and leaders of the LDF have stolen gold from Sabarimala temple and replaced it with brass, why does the Prime Minister not say anything about it? LDF-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ശബരിമലയിൽ നിന്ന് സ്വർണം കവർന്നെടുത്ത് അവിടെ ചെമ്പ് വെച്ചപ്പോ എന്തുകൊണ്ടാണ് ഇതിനെ ആക്രമിക്കാത്തത്? ഇതിനെതിരെ നരേന്ദ്രമോദി ഒന്നും പറയാത്തത്? Because he wants to make sure that the LDF has full support of the BJP. കാരണം നരേന്ദ്രമോദിക്ക് ഉറപ്പാക്കണം, ഇവിടുത്തെ LDF-ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് BJP-യുടെ മുഴുവൻ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അത് പറയാതിരിക്കുന്നത്. That is why he has suddenly forgotten God and temples and religion. അതുകൊണ്ടാണ് നരേന്ദ്രമോദി പെട്ടെന്ന് ദൈവങ്ങളെയും അമ്പലത്തിനെയും മതത്തെയെല്ലാം മറന്നുപോയത്. So they are a partnership. They are working together. അവർ തമ്മിൽ ഒരു പങ്കാളിത്തമാണ്. BJP-യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർ ഒരുമിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. Because Narendra Modi knows that the left front LDF can never threaten him in Delhi. കാരണം നരേന്ദ്രമോദിക്ക് അറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഡൽഹിയിൽ അദ്ദേഹത്തിനെ ഒരിക്കലും വെല്ലുവിളിക്കാൻ സാധിക്കില്ലെന്ന് മോദിക്ക് അറിയാം. And Narendra Modi also knows that the only party that can fight him is the Congress party. അതുമാത്രമല്ല, നരേന്ദ്രമോദിയെ എതിർക്കാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് ആണെന്നതും ശരിയായി അറിയാം. Because it is in our blood. കാരണം അത് നമ്മുടെ രക്തത്തിലുള്ളതാണ്. We all the Congress workers, Congress leaders, we get up in the morning and first thing we think is, how can we fight the BJP RSS? നമ്മൾ എല്ലാവരും, കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആലോചിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇന്ന് നമുക്ക് എങ്ങനെയാണ് BJP-യെയും RSS-നെയും എതിർക്കാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുന്നത്. And BJP and RSS, everybody knows, is terrified of the Congress party. BJP RSS-നും അവര് ശരിക്കും പറഞ്ഞ അവർക്ക് എല്ലാവർക്കും അറിയാം, BJP-യും RSS-ഉം കോൺഗ്രസ് പാർട്ടിയെ പേടിച്ചിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. Prime Minister of India, I was giving my speech in Parliament
and I was talking about Epstein, and I was talking about Adani, they didn't let me speak, and after that, Prime Minister of India ran away from Parliament. നിങ്ങൾക്കറിയോ, ഇന്ത്യൻ പാർലമെന്റിൽ ഞാൻ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചും അദാനിയെ കുറിച്ചും ഒക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് ഞാൻ അത് സംസാരിക്കുന്ന ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് തന്നെ ഓടി ഒളിക്കുകയാണ് ചെയ്തത്. The government called an all-party meeting. They made sure that I was in Kerala when they called it.